अस्सलामुअलैकुम हेलो फ्रेंड्स, वेलकम बैक टू बुशास किचन। तो आज हम बनाने जा रहे हैं कीमा, मेथी की भाजी और चिकन का सालन। ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മെത്തിൻ്റെ ഭാജിയും കീമക്കറിയും കോഴിക്കറിയും. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കീമക്കറി. അതിന് വേണ്ടിയിട്ട് ഇടി ഗരം മസാല ഇല്ലേ, അതെല്ലാം ഇടണം. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി അതിടണം. വയ്യ ഉള്ളി ഇട്ടങ്ങായി. ഉള്ളി കാഞ്ഞ പിന്നെ ജീരകം ഇടണം. ജീരകം ഇട്ട പിന്നെ കീമ ഇടണം. കീമ ഇട്ടിട്ടില്ലേ നല്ല ഇതിനെ ഫ്രൈ ആക്കണം. എണ്ണയിൽ നല്ല തണ്ണിയെല്ലാം പറ്റോളം ചന്തത്തിൽ അതിനെ ഫ്രൈ ആക്കിയ പിന്നെ ഇല്ലേ ഉപ്പിടണം. ഉപ്പിട്ടിട്ട് അതിൻ്റെ തണ്ണിയെല്ലാം പറ്റുന്നില്ല, കീമേൻ്റെ മണമെല്ലാം മാറുന്നത് വരെ അങ്ങനെ അതിന് എണ്ണയിൽ ഫ്രൈ ആയിക്കൊണ്ട് വേണം. ഇപ്പുറത്തേലില്ലേ മെത്തിൻ്റെ ഭാജി വെക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മെത്തി ഇല്ലേ അത് ഇട്ട് പച്ചമുളക് ഇട്ട് പിന്നെ ഇത് വെളുത്തുള്ളി ഇട്ട് എനിക്ക് ഉള്ളി ഇടാൻ മറന്നിനാ ഞാൻ ഇട്ടത്. ഉള്ളി ഇടണം, കായം പാടില്ല. ഉള്ളി ഇട്ടിട്ട് പിന്നെ ഈ ഭാജി ഇട്ടാൻ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം കിട്ടിയിട്ട് അതിനെ മൂടിയിട്ട് ഒരു സൈഡിൽ. പിന്നെ അപ്പുറത്തേക്ക് കീമ വെച്ചിട്ടില്ല, അതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് അരച്ചിട്ടിട്ടില്ല. സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വേക്ക് ബട്ടർ ഇട്ട് പച്ചമുളക് ഇട്ടിട്ട് മിക്സ് ആക്കണം. നല്ല കുറേ അതിനെ എണ്ണയിലില്ലേ ഇത് നല്ല ഇതാക്കിയ പിന്നെ മീത്തേക്കും താത്തേക്കാക്കിയിട്ട് മറിച്ചിട്ടിട്ട് നല്ല എണ്ണയിൽ ഫ്രൈ ആക്കണം. ഇപ്പുറത്തത് ഞാൻ ബട്ടട്ട ഒന്ന് മുറിച്ചിട്ടിട്ട് ഈ ഭാജിക്ക്. അപ്പുറത്തേൽ കീമ വെച്ചിന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടങ്ങ് ഇപ്പിടി പേരിന് മറിച്ചില്ല. ഞാൻ ഭാജി ഇപ്പം എത്ര ആയിന്ന് നോക്കല്ല ബെന്തേ. പിന്നെ കീമൊക്കെ നോക്കും. മുളക് പൊടി ഇടുന്ന 2 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കൊത്തമ്പാരിപ്പൊടി, 1/2 സ്പൂണ്. പിന്നെ അങ്ങനെ മിക്സ് ആക്കണം. പിന്നെ ഇല്ല ഇത് നോക്കാം എണ്ണ തണ്ണിയെല്ലാം പറ്റി ഇപ്പം നോക്കല്ല. ഇപ്പോൾ ഇത് കാലിമരിയും ഇല്ല കുരുമുളക് പൊടി ഇടണം. ഗരം മസാല പൊടി ഇട്ടില്ല, അങ്ങനെ ഞാൻ ഇട്ടിനല്ല, അങ്ങനെ പൊടി ഇട്ടിട്ടില്ല. പിന്നെ അതിനെ അങ്ങനെ പിന്നെ മൂടിയിട്ട് വെക്കണം. ഇപ്പം നോക്കൂ ഇത് മുളകെല്ലാം കാഞ്ഞിട്ട് നല്ല കിമെങ്ങനായിന്ന്. പിന്നെ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് വേകുന്നു എത്ര തണ്ണിയിൽ വേകുന്നു ആ കണക്കിന്. ഞാൻ തണ്ണി ആക്കുന്നില്ല, മുദ്ദാക്കുന്നു. മെത്തിൻ്റെ ഭാജി നോക്കാം ഇത് മെത്തിൻ്റെ ഭാജി. പിന്നെ ഇതിൽ ഞാൻ കോഴിക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഉള്ളി എടുത്തിന്. കോഴി കൂട്ടാത്തവരുണ്ട്, കീമ കൂട്ടാത്തവരുണ്ട്. അങ്ങനെ പച്ചക്കറി കീമയും കോയും വെക്കുന്നു. കോയിനെ അങ്ങനെ അതിൻ്റെ തണ്ണിയെല്ലാം ഇത് ഉള്ളിയിൽ പങ്ങല കാച്ചിട്ട് എടുക്കണം. നല്ല കാഞ്ഞ പിന്നെ ഇല്ല പിന്നെ ഇഞ്ചി പേസ്റ്റിൻ്റെ ഇതിടണം. പിന്നെ ഉപ്പിടണം. പിന്നെ ഇഞ്ചി പേസ്റ്റും ഇതില്ലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അത് ഇട്ടാൽ പിന്നെ തമ്പട്ടിട്ടങ്ങ് അതിനെ മറിച്ചിട്ട് ഇതാക്കിയ പിന്നെ അതിനെ മൂടിയിട്ട് വെക്കണം. അങ്ങനെ അതിൻ്റെ വെള്ളമെല്ലാം പറ്റിയ പിന്നെ ഇല്ലേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 2 സ്പൂണ് മുളക് പൊടി ഇട്ട് 1 സ്പൂണ് കൊത്തമ്പാരിപ്പൊടി, നല്ല ഇത് ഗരം മസാല ഇല്ലേ അതിട്ട് അതിനങ്ങനെ മിക്സ് ആക്കണം. നോക്ക് കീമ റെഡിയായിപ്പോൾ അതിലേക്ക് കൊത്തമീര മുറിച്ചിട്ടിട്ടങ്ങായി. കീമ റെഡി. ഇത് കോയിൻ്റെ കറിയും നല്ല നോക്കല്ല അങ്ങനെ കളറായി കോയിൻ്റെ കാണാൻ തന്നെ. അതിനെ കൊത്തമീര ഇട്ടങ്ങായി. കൊത്തമീര ഇട്ടിട്ട് നമുക്ക് എത്ര വെള്ളം വേണം
എത്ര വെള്ളം ഒഴിച്ചാൽ കൈ നോക്കൂ. ഇപ്പുറത്തേരെ ഞാൻ ആട്ട നോണ്ടിയിട്ട് വെച്ചാൽ ഞാൻ റൊട്ടി ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട്. ചപ്പാത്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. നാട്ടിൽ പത്തിരിയല്ല, ഞങ്ങൾക്കിവിടെ ചപ്പാത്തി. കറിയും റെഡിയായി, കോഴിക്കറിയും റെഡിയായി, പച്ചക്കറിയും. ചപ്പാത്തി റെഡിയായി നോക്കല്ലോ, കാണുമ്പോൾ തന്നെ നല്ല നീന പച്ചക്കറിൻ്റെ അകത്ത് കീമേൻ്റെ അകത്തോ തിന്നാൻ, കോഴിക്കറീൻ്റെ അകത്ത്. वीडियो अच्छा लगा तो लाइक शेयर सब्सक्राइब करना ना भूले.